അമ്മ ഡാൻസ് കളിക്കുന്നു. മോളെ വന്ന് പാട്ട് പാടിയതാ. കൊച്ചു കണ്ടോ? വലിയ മീനെ കണ്ടോ? തടിച്ച് ചക്കപ്പുഴ പോലത്തെ മീന. അഞ്ജുവിനെല്ലാം ഇപ്പം സ്പെഷ്യലാട്ടോ. നോക്കട്ടെ ബുദ്ധി ഉണ്ടോ നിനക്ക്. ഞങ്ങൾ തേയിലത്തോട്ടം കാണാൻ പോവാണ്. ഇത് ചെറിയൊരു പാട്ടാണ് തേയിലത്തോട്ടത്തിന്റെ. ശരിക്കും അങ്ങൊക്കെ പോകുന്നതൊക്കെ ഫുള്ളൊക്കെ മൈക്കിലും വന്നിട്ടുണ്ട്. തെങ്ങൊക്കെ കണ്ടോ നിങ്ങള്? തെങ്ങൊക്കെയുള്ള ഒരു ആസാം ഗ്രാമത്തിലൂടെയാണ്. കേരളത്തിന്റെ ഒരു ഇടവഴി കൂടി പോയി പറ്റിക്കൊന്നല്ല ഞാൻ ശരിക്കും ആസാമിൽ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക്. അതെ, നമ്മളിപ്പോൾ ഒരു ആസാമി ഫാമിലിൻ്റെ കൂടെ പാട്ടുള്ളത്. ഇവിടെ നമ്മൾ നിൽക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. ലാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി, ഇവരൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോ തുടങ്ങാൻ പോവുകയാണ്. അതിനാണ് ഞാൻ ഇവരൊക്കെ പിടിച്ച് നിൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ലാസ്റ്റ് മീൻ പിടിക്കുന്ന വീഡിയോ ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്ത് അവിടെ നിന്നാണ്. അപ്പോൾ അവിടെ നിന്നായിരിക്കും തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് യെസ്. വലിയ മീനെ കണ്ടോ? തടിച്ച് ചക്കപ്പുഴ പോലത്തെ മീന. ഇത് മണ്ട മീനാട്ടോ. നേരത്തെയും കുടുങ്ങി, ഇപ്പോഴും കുടുങ്ങി. കറക്റ്റ് ഇല്ലാത്ത കുടുങ്ങുന്നുണ്ട് കേട്ടോ. അത് പോന്നുണ്ടോ? പിന്നെ ഇതിനകത്ത് കുടുങ്ങുന്നാട്ടോ ആ മീന്. വേറെ ടൈപ്പ് മീനൊക്കെ ഉണ്ട്. ആ ഇതിനെയാട്ടോ കഴിക്കുന്ന മീന്. അല്ല അതും അല്ല. അതെ പിടിച്ച് ചോട്ട പിടിച്ച് മീന. बहुत फेवरेट है बोला इसका। ये नहीं होगा तो नहीं खाएगा खाना। जो दिए दो हट दो दो ഇക്കിളിയാക്കി കൊടുക്കുക. മീനെ പിടിച്ചിട്ട് മീൻ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവിട്ടതാട്ടോ ഈ മരങ്ങൾ. ഇനി കുറച്ചും കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ മരം മാറ്റിട്ട് അതിൻ്റെ ഒന്ന് മീനെ പിടിക്കുന്നതാണ് പറയുന്നത്. എല്ലാവരും ആകാംക്ഷയുടെ മുൻമുന്നിൽ അവിടെ നിന്ന് നോക്കിയിരുന്നതാണ്. പക്ഷേ ഒന്നും കിട്ടിയില്ല. ആ ഒരു മീനായിട്ട് കിട്ടി. ബാക്കിയുള്ള മീനൊന്നും ഇവർ ആ ഒരു ടൈപ്പ് മീനെ കഴിക്കൂല എന്ന് പറഞ്ഞിട്ട് അത് തിരിച്ച് ഇതിനകത്ത് തന്നെ ഇട്ടാട്ടോ. ആ മണ്ടം വലിയ മീനല്ലേ, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എപ്പോഴും വലയിൽ കൊടുക്കും. എല്ലാവരും നിരാശയായിട്ട് മടങ്ങുകയാണ്. ഇതെല്ലാം ഉണ്ട്. അഞ്ജുവിനെല്ലാം ഇപ്പം സ്പെഷ്യലാട്ടോ. അഞ്ജുവിനെല്ലാം ഇപ്പം മീൻ കിട്ടും ഇവിടെ. ചിരിയണ്ടോ അവിടെ? അയ്യോ, എനിക്കൊന്നുമില്ല. എനിക്ക് ഈ സാധനമുണ്ട്, പിന്നെ ഇതുമുണ്ട്, പിന്നെ ഇതുമുണ്ട്. അഞ്ജുവിന് മൊത്തം സ്പെഷ്യൽ. എന്തായാലേ അവൾ വയറ് നിറച്ച് കഴിച്ചുകൊണ്ടിരിക്കുക ഫുള്ള്. സന്തോഷമായൊക്കെ അയ്യോ ചിരിയൊക്കെ ആയിരുന്നു അവൾക്ക്. ടോമി മഞ്ഞൾ വരുന്നതാണ്. നമ്മളെ വേക്കും തന്നെ വരുന്നുണ്ട്. ടോമി എന്ന് വിളിച്ചപ്പോൾ തന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇവിടെ തേയിലത്തോട്ടമൊക്കെ കാണാൻ വേണ്ടി പോവാട്ടോ. 2 പിള്ളേരുമുണ്ട് നമ്മളെ നേരത്തെ. അപ്പോൾ അവരെ കൂട്ടിയിട്ടാണ് പോകുന്നത്. ടോമി ഇതാ ബേക്കൊന്ന് ഓടി വരികയാണ്. കൊച്ചൊക്കെ അവിടെ നിൽക്കുക കേട്ടോ. നോക്കിയേ, കൊച്ചൊക്കെ വീട്ടിനുള്ളിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം നമുക്ക് പോയിട്ട് തേയിലത്തോട്ടമൊക്കെ കണ്ടിട്ട് വരാം. ഇവിടുത്തെ തേയിലത്തോട്ടം നമ്മൾ നീ കണ്ടിട്ടുണ്ടായിരുന്നു ആസാമിൽ വന്നിട്ട്. ഇച്ചിരിയല്ല കണ്ടത്, ഇവിടെ ഇച്ചിരി ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത്. ഇവിടെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയിൽ തേയിലത്തോട്ടമൊക്കെ കണ്ടു പോകാൻ പറ്റും. അടുത്ത വെള്ള ഡാൻസാ. തോം തരികിട തോം തിച്ചു തരികിട തോം. ওকে ঠান্ডা লাগিলে পাগল എന്താ പറയുന്നത് മനസ്സിലായോ? ഇല്ല.
ഞങ്ങക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുള്ളൂ. എന്നാ പറ, ഉണ്ടോ നോക്കട്ടെ. പുറത്ത് പറയാറില്ല. നോക്കട്ടെ ബുദ്ധി ഉണ്ടോ നിനക്ക്. ഞങ്ങള് തേയിലത്തോട്ടം കാണാൻ പോവാന്ന് പറഞ്ഞത്. ഇതാരും നോക്കിക്ക, നമ്മൾ പ്രൊട്ടക്ഷന് കൂട്ടിയതാടേ. കാര്യായിട്ട് പറയുന്നുണ്ട് കേട്ടോ കൊച്ച്. ഉദരിയാനാ കണ്ടോ? ये रास्ता उधर, ये रास्ता बहुत दूर से പുള്ളി നമുക്ക് നമ്മളെ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ മറ്റേ ചെക്കൻ അങ്ങ് ഓടിപ്പോയി പശുവിനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളാണ് ഇപ്പോൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ചോട്ടയാണെങ്കിൽ കൊന്നിട്ട് നിൽക്കുന്നില്ല, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടി 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 തളർന്നിട്ട് നിന്നു. ഇത് കണ്ടോ, അടക്കേൻ്റെ തൊലിയാട്ടോ ഇത് മൊത്തം ഇവിടെ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. നോക്കിയാൽ ഫുള്ള് അടക്കേൻ്റെ തൊലി. ये क्या करेगा सूखने के बाद? ഓ ഖാനപ്പ കത്തിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് ഉണക്കിയിട്ട് ഇവർ കത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഉണക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും. ഇവിടൊക്കെ കുളമുണ്ട് കേട്ടോ. നോക്കിയാൽ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത്. സൂര്യൻ ഇങ്ങനെ നടുക്കുണ്ട്, അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇലക്ട്രിക്കിൻ്റെ പോസ്റ്റും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ, കുറേ നേരം നടക്കുന്നത്. വന്ന പിള്ളേരൊക്കെ ഓടിപ്പോയി. ഇപ്പോൾ ഈ ചേച്ചിയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഓടിച്ചു വിട്ട് അവസാനം ചേച്ചി മാത്രമുണ്ട്. ചേച്ചിയും ഞങ്ങളും തേയിലത്തോട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അതായത് ഇനി നമ്മൾ സൈക്കിൾ കൊണ്ട് പോകുന്ന വഴിക്കാണെങ്കിലും ഫുള്ള് തേയിലത്തോട്ടം തന്നെ ആയിരിക്കും കാണുക. പിന്നെ ഈ ഗ്രാമത്തിലുള്ള തേയിലത്തോട്ടം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫീലല്ലേ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇതാട്ടോ ആസാമിലെ തേയിലത്തോട്ടത്തിൻ്റെ ചെറിയൊരു ഭാഗം. അങ്ങൊക്കെ ഇങ്ങനെ നിവർന്ന് കിടക്കാട്ടോ തേയിലത്തോട്ടം. അങ്ങൊക്കെ കാണാൻ പറ്റും നമുക്ക്. വളരെ വലുതാണ്. ഇനി ഈ ഒരു ഏരിയയിലാണ് മെയിനായിട്ട് തേയിലത്തോട്ടങ്ങളുള്ളത്. 5 മന്നം നടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തേലും ഇളങ്കാറ്റിലെങ്ങോ 5 കിടന്നാടുന്നു. ചേച്ചിമാരൊക്കെ പോകുന്നുണ്ടോ അവിടെ? എന്ത് ഇത് കട്ട് ചെയ്ത് വിട്ടായിരുന്നു. നമ്മൾ വരുന്നവയ്ക്ക് മൊത്തം കട്ട് ചെയ്ത് വിട്ടല്ലായിരുന്നോ? ഇപ്പോൾ ഇല വന്ന് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത മാസം ആകുമ്പോഴത്തേക്കിന് ഇവർ സ്റ്റാർട്ടിങ് ഫസ്റ്റ് കട്ടിങ് എടുക്കാൻ തുടങ്ങും. അതിനാണ് ഏറ്റവും ഗുണമേന്മയുള്ളതെന്നാണ് പറയുന്നത്. ആർക്കറിയാം ഇവരെ പറച്ചിലാണോ അല്ലെങ്കിൽ ഗുണമേന്മ ഓറിജിനായിട്ടുണ്ടോന്ന്. ഇത് ചെറിയൊരു പാട്ടാണ് തേയിലത്തോട്ടത്തിൻ്റെ. ശരിക്കും അങ്ങൊക്കെ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ആ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ നാളെ പോകുന്നതിൻ്റെ ഈ വഴി തന്നെ ഫുള്ളിന് തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ആയിരിക്കും. ട്രെയിൻ ഇതിലെ കൂടെ അല്ല വരുന്നത്. ആണോ? എന്നാൽ ട്രെയിൻ വരുമായിരിക്കും. എല്ലാം 5 പറയുന്ന പോലെ. 5 മാത്രമേ ഉള്ളൂ. 5നെ പറ്റിച്ചതാ. ചേച്ചി റീൽസൊക്കെ കണ്ടോണ്ടാട്ടോ വരുന്നത്. തിരിച്ചു പോവാം. ഇനി തിരിച്ചു പോവാം. 5ൻ്റെ ഡാൻസിൻ്റെ ആട്ടമൊക്കെ ഉണ്ട്. എങ്ങനെയാ ഇവിടെ കണ്ടോ കുറേ ഇങ്ങനെ ഇടക്കിടക്കായിട്ട് ഇങ്ങനെ ഇവർ കൃഷി ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. കാരണം താഴെ വെള്ളം കയറും മഴ പെയ്യുന്ന സമയത്ത്. അപ്പോൾ മഴ കൊള്ളാതിരിക്കാനാണ് ഹൈറ്റുള്ള സ്ഥലത്ത് മാത്രം ഇവർ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങ് ദൂരമൊക്കെ നമുക്ക് കൃഷിയിടങ്ങളെ വലുതായിട്ട് കാണാൻ പറ്റും. അങ്ങൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പോകുന്ന ഇതൊക്കെ കാണിച്ചു തരാം. നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും ഇനിയുള്ളത്. ആസാമിലെ തേയിലത്തോട്ടത്തിലൂടെ ആയിരിക്കും. ആസാമിലെ തേയിലത്തോട്ടത്തിലായിരിക്കും നമ്മൾ പോകുന്നത്. അതെല്ലാ സാധനം ഇവിടെ ഉണ്ട്. അതേപോലെ തുമ്പപ്പൂവൊക്കെ
ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ തുമ്പപ്പൂവൊക്കെ. ഞാൻ കാണിച്ചു തരാം. ഒരു പറമ്പിലും നിറച്ച് തുമ്പപ്പൂവാണിതാ. ഇതൊക്കെ തുമ്പപ്പൂവാണ്. ആ ഒരു ഭാഗം കണ്ടോ, ഫുള്ള് തേയിലത്തോട്ടാണ്. ആ വഴിക്കാണ് നമുക്ക് നാളെ പോകാനുള്ളത്. ഇപ്പം നമ്മളിതാ ഈ ഒരു സിംഗിൾ ലൈനായിട്ടുള്ള റെയിൽവേ പാളത്തിൽ കൂടി. ആ നീ എന്താ വിചാരിച്ചേ? ആ ചില സ്ഥലത്തില്ല. ഇത് പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ലക്കിംപൂർ. ഇത് ഒരു കോളേജാട്ടോ ഇവിടെ ഉള്ള. ഡിഗ്രി കോളേജാണ്. സൂര്യനൊക്കെ അസ്തമിക്കാറായിട്ടോ. വേഗത്തിൽ പോവാ തിരിച്ച്. ഇവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ, വലയൊക്കെ എടുത്തിട്ട്. ഇവിടെയൊക്കെ ഈ ഒരു പൂത്ത നോക്കിക്കുക എന്തോരാ. ഈ ഒരു സൈഡിൽ മൊത്തം ഈ പൂവാട്ടോ. പല സൈഡിലും നമുക്കിത് കാണാൻ പറ്റും. ആസാമിൽ ഫുള്ള് പൂവാട്ടോ, വെള്ള പൂവാണേ. നോക്കി മൂന്നെണ്ണം കളിക്കുന്ന കളിയാണ്ടോ. ലോങ് ജമ്പ് ആണ്, ലോങ് ജമ്പ്. ഇവരിവിടെ റീലെടുക്കാൻ വേണ്ടിയിട്ട് പെടുന്ന പാട് കണ്ടോ. ഇവിടെ പൊടി പാറുന്നതിന് എന്തൊക്കെയും വെള്ളം ഒഴിച്ചിട്ട് ഡസ്റ്റിനെ തകർക്കാൻ വേണ്ടിയിട്ടാട്ടോ വെള്ളമൊക്കെ ഒഴിക്കുന്നത്. അവരൊക്കെ റീൽസ് എടുത്തോണ്ടിരിക്കുക. കൊച്ചുണ്ടോ കളി കളിക്കുന്നത്? കൊച്ചു കണ്ടോ? കൊച്ചു കളിക്കുന്നതുണ്ടോ? ഫുള്ള് ഓണാട്ടോ. ഇവിടെ നിന്നിട്ട് ഇവര് റീൽസ് എടുക്കാനുള്ള പോവാണ്. ഇവരെ നൃത്തച്ചുവടുകളാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവര് മറ്റേ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു റീൽസിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കൊച്ചതിൻ്റെ ഇടയ്ക്കൊന്ന് കളിക്കുക കേട്ടോ മൊത്തമായിട്ട്. അമ്മച്ചാണെങ്കിൽ നമ്മളെ ഈ എന്താ പറയുക മഞ്ഞൾ ഉണക്കിയിട്ട് പെറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ക്യാ കരേങ്കാ? हाँ वो पाउडर करेंगे। हाँ 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 ओ बॉईल करने के बाद पाउडर करेंगे। हाँ हाँ തിളപ്പിച്ചതിന് ശേഷം ആ ഓക്കെ. ഇവർ ഇത് ആദ്യം തന്നെ ബോയിൽ ചെയ്യും, അതിന് ശേഷം ഉണക്കാനിടും. ഉണക്കി കഴിഞ്ഞ ശേഷം പൗഡർ ആക്കുന്ന കേട്ടോ പറയുന്നത്. അവരൊക്കെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക അവിടുന്ന് കണ്ടോ. ഊഞ്ഞാലാടുന്നുണ്ടോ? അത് രണ്ടും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക. രണ്ടും ടീച്ചർമാരാണ്. അമ്മ ഡാൻസ് കളിക്കുന്നത്, മോളെ വന്ന് പാട്ട് പാടിയതാണ്. അവിടുന്ന് വേറെ ആൾക്കാർ. ഇത് രണ്ടും വേറെ ടീമാണ്. രണ്ട് ടീം. മൈക്കിൾ ഇവിടെ പശുക്കളൊക്കെ കൊണ്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. നാനാ അവനവിടെ എന്തിനാ പോയി. പശുക്കളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവർക്ക് സുഖമാണ്, കുറേ പറമ്പുണ്ട് പശുക്കൾക്ക് തിന്നാനൊക്കെ ആയിട്ട്. അവരൊക്കെ പോയി കേട്ടോ. അവരൊക്കെ റീൽസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. രാവിലെ വന്നിട്ട് വൈകുന്നേരം ബായ്. ഓക്കെ അവര് പോയി കേട്ടോ. അപ്പം 5 മാത്രം ഇവിടെ ബാക്കി. ഇവരും ഉണ്ട് ഇവിടെ കണ്ടോ. അതേപോലെ ഇതാ പശുക്കളൊക്കെ കണ്ടോ, കുറേ പശുക്കളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. নমস্কাৰ, কি খবৰ সকলোৰে? সকলো ভালে আছেনে বাৰু? আৰু আমিও ভালে আছোঁ। আৰু এতিয়া এওঁলোক যাব লৈছে আছাম জিৰ' ৰাস্তা না। আৰু 2 দিন লগ পালোঁ, বহুত ভাল লাগিলে। একদম মানে অচিনাকি যেন লাগাই নাই, চিনাকি লাগিছে, ভাল লাগিছে একদম। ഞങ്ങൾ പോവാണ്. അപ്പോൾ അതിനെ കൊണ്ടാണ് ഇതൊക്കെ. असम घूमने के लिए और हम लोगों को कांटेक्ट करिएगा। അമ്മച്ചാട്ടോ ഇത് വീഡിയോ എടുക്കേണ്ടതാട്ടോ പറയുന്നത്. ബായ്. കളിക്കുക കൊച്ചിട്ട് തന്നാട്ടോ. കൊച്ചിന്റെ സന്തോഷം നോക്ക്. ബായ്. അതാ ചേട്ടൻ ഉണ്ടാവിടെ കേട്ടോ. ചേട്ടൻ ഇങ്ങനെ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുകയാണ്.
ബൈ. അമ്മൂമ്മയൊക്കെ ഉണ്ട്. അമ്മൂമ്മേൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കണ്ടെന്ന് പറഞ്ഞ് ബൈ ബൈ. ഫുൾ ആൾക്കാരുണ്ട് കേട്ടോ. മൈക്കിളും വന്നിട്ടുണ്ട്. എല്ലാവരോടെയും ടാറ്റ പറഞ്ഞ് വിട പറയുകയാണ് ഈ ഗ്രാമത്തിൽ നിന്ന്. ചേച്ചിയൊക്കെ ഉണ്ട് മുമ്പിൽ. ചേച്ചി ആരോഗ്യമുണ്ട് മുമ്പിൽ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഒരു കഴിഞ്ഞ് നമ്മളിങ്ങനെ സൈക്കിൾ തള്ളിക്കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇത് പറഞ്ഞിട്ട് നമ്മൾ ഹൈവേയിലെത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ടോമിയും വരുന്നുണ്ട് കേട്ടോ നമ്മളെ കൂടെ തന്നെ. ടോമിയുടെ മുമ്പിൽ പോയി ബൈ ബൈ ബൈ. ഇന്നലെ കാണിച്ച തീറ്റോട്ടാട്ടോ ഇത് മൊത്തം. ഫുള്ള് ആ ഒരു തീറ്റോട്ട ടീ എസ്റ്റേറ്റിൽ കൂടിയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഈ സൈഡിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സൈഡിൽ മൊത്തം ടീ എസ്റ്റേറ്റാണ്. ഇനി മുന്നോട്ട് മൊത്തം ഇതുപോലെ ആയിരിക്കും. ഫുള്ള് ടീ എസ്റ്റേറ്റിന് സൈഡിൽ കൂടി ആയിരിക്കും നമ്മുടെ യാത്ര. യെസ്, നമ്മളങ്ങനെ ആസാമിലെ ടീ എസ്റ്റേറ്റിൻ്റെ ഭാഗത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ടീ എസ്റ്റേറ്റ് ആട്ടോ. നമ്മൾ വന്നപ്പോൾ ടീ എസ്റ്റേറ്റിൻ്റെ സൈഡിൽ കൂടി തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലിയ നല്ല ക്ലിയർ ആയിട്ട്, അതായത് വെട്ടിയിട്ട് ഇലയൊക്കെ വെട്ടിയിട്ട് പുതുതായിട്ട് തളർത്ത് വരൂലേ, ആ ഒരു സീനാണ് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ നല്ല ഗ്രീനറി ആയിട്ട് കിടക്കുന്നുണ്ട് അങ്ങ് വരെ. വന്ന് ലാസ്റ്റ് ഒരു പെട്രോൾ പമ്പിൻ്റെ മുമ്പിലെത്തി. ഒരു പുള്ളി നമുക്ക് കുറേ മുന്തിരിയും അതുപോലെ ഇതാ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. അപ്പോൾ അത് കഴിക്കാൻ വിചാരിച്ചു. അതുപോലെ ഈ ഒരു പെട്രോൾ പമ്പില്ലേ, ഞാൻ പണ്ട് ഈ ഒരു ഭാഗത്ത് വന്ന സമയത്ത് ആ കാണുന്ന സ്ഥലം കണ്ടോ, അവിടെ ഞാൻ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ 2 കൊല്ലം മുമ്പാട്ടോ. അവിടെ ഓർമ്മ ഉണ്ടോ എന്നൊന്നും അറിയില്ല. അവിടെ ഞാൻ ടെൻ്റ് അടിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു പണ്ട് വന്നപ്പോൾ. ഈ ഒരു പെട്രോൾ പമ്പാണ്. എനിക്കിത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. എന്താല്ലേ ഓർമ്മകൾ പിന്നെയും തിരിച്ചു കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. വലിയ സ്കൂളും ചർച്ചും ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, ഭയങ്കര ചൂടാട്ടോ അവിടെ. വിചാരിക്കുന്ന പോലെയല്ല, നല്ല ചൂടുണ്ട് ഇവിടെ. സൈക്കിളൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. എന്നാലും നമ്മൾ കുറേ നേരമായി ചൂടത്ത് തന്നെ ചവിട്ടിക്കൊണ്ടിരിക്കുക. ഏതോ ടൗണാട്ടോ. ഗ്രാമങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇവിടെയൊക്കെ കണ്ടോ. പക്ഷെ ഈ ഭാഗത്ത് വലിയ വലിയ വീടുകളൊക്കെ ബിൽഡിങ്ങുകളൊക്കെ പണിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ മഡ് കൊണ്ടുള്ള വീടുകൾ ഇവിടെ കാണാനും പറ്റും. അതുപോലെ തന്നെ മറ്റേ തേച്ച വീടുകളൊക്കെ കാണാനും പറ്റും. എല്ലാ ടൈപ്പ് വീടുകളും ഉണ്ട് കേട്ടോ. കാരണം ഇവിടെയൊക്കെ ഡെവലപ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു പണ്ടത്തെ കാലത്തിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു കാലത്തിലേക്കുള്ള വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ. ഇവിടെയൊക്കെ ഒരു ഏരിയ വന്നിട്ടുണ്ട്. ഫുള്ള് വലിയ വലിയ ബിൽഡിങ് മാത്രമുള്ളൊരു ഗ്രാമം പോലത്തെ ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ. എല്ലാ സ്ഥലത്തും വീടൊക്കെ സെറ്റപ്പ് വീടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഉണ്ട്. അലർജി വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാ. ഇവിടെയൊക്കെ കണ്ടോ മൊത്തം മാറ്റം വന്നില്ലേ. ആസാമിൽ നമ്മൾ വന്നതിൽ വെച്ചിട്ട് മൊത്തം മാറ്റം വന്ന പോലത്തെ ഒരു സ്ഥലം കേട്ടോ. ഫുള്ളിങ്ങനെ അടുപ്പിച്ച് നല്ല നല്ല വീടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പഴയ വീടുകളൊക്കെ പോയി. എനിക്കൊന്നും ഇവിടുത്തെ മിക്ക ആൾക്കാരും കേരളത്തിലായിരിക്കുന്നു. കാരണം ഇത്രയും പൈസ ഇവിടെ കിട്ടാനായിരിക്കും. ഇവിടെ പൈസ സാധാരണ പണിക്കൊന്നും പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഒന്നും നടക്കൂല കേട്ടോ. തെങ്ങൊക്കെ കണ്ടോ നിങ്ങള്? തെങ്ങൊക്കെയുള്ള ഒരു ആസാം ഗ്രാമത്തിലൂടെ ആട്ടോ പോകുന്നത്. ഇപ്പൊ ഈ ഭാഗത്തൊക്കെ തെങ്ങുണ്ട്. എന്തായാലേ ഇവര് ഇവിടെ മൊത്തം കേരളാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് ഫുള്ളായിട്ട്. ഫുൾ തെങ്ങൊക്കെ വെച്ചിട്ട് ഇതാ ഇവിടൊക്കെ കണ്ടോ തെങ്ങ്. പക്ഷെ വല്ലപ്പോഴും കൊല വളരെ കുറവാട്ടോ. ഇവിടൊക്കെ ഉണ്ട് തെങ്ങും മാവും എല്ലാ സാധനമുള്ള കേരളമായി മാറിയിരിക്കുകയാണ് ഈ ഒരു ആസാം. കണ്ടോ നിങ്ങള്? പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ നമ്മുടെ ആസാമാണിത്. ഫുള്ള് തെങ്ങ്. ഈ ഒരു ഏരിയയിൽ വന്നപ്പോഴേക്ക്
മൊത്തം മാറി വാഴയും കറക്റ്റ് കേരളം തന്നെ. കേരളത്തിൻ്റെ ഒരു ഇടവഴി കൂടി പോയി പറ്റിക്കൊന്നല്ല ഞാൻ ശരിക്കും ആസാമിലാണുള്ളത്. എന്നാലും കൊള്ളാട്ടോ, നമ്മളൊരു ആസാമിൽ വന്നിട്ട് കേരള ഗ്രാമം പിന്നെയും കണ്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ആസാമിൽ കയറുമ്പോഴൊക്കെ നമുക്ക് കേരളത്തിൻ്റെ ഒരു ഫീലും മണവും എല്ലാം വരാൻ തുടങ്ങും. കാരണം ആസ് യൂഷ്വൽ കേരളത്തിൻ്റെ സെയിം ഭൂപ്രകൃതിയും എല്ലാം കൊണ്ട് സെയിമാന്ന് തോന്നിയിട്ടുണ്ട് ചില സമയത്തൊക്കെ. ഞാൻ പണ്ട് കാലങ്ങളിൽ കണ്ട കേരളയില്ലേ ചെറുപ്പത്തിൽ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഈ ഒരു ടൈപ്പ് കേരളമൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. ഇങ്ങനത്തെ വേലിയൊക്കെ വെച്ചിട്ടുള്ള കുറേ സ്ഥലങ്ങൾ, വീടിൻ്റെ സൈഡിലൊക്കെ വേലിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴല്ലേ മാറിയത്, നമ്മളെ പണ്ടത്തെ കേരളം എന്നൊക്കെ പറയാൻ പറ്റും. അയ്യോ, വാഴത്തോപ്പ്, തേക്ക്, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നില്ലേ? ഇതാ തെങ്ങ് വലച്ചിരിക്കുന്നുണ്ടോ? എനിക്ക് വയ്യാതായി കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. കുറേ വീഡിയോ ഞാൻ എടുത്തില്ല ഗ്രാമങ്ങളിലൊന്നും. ഇപ്പം നമ്മളിതാ ഹൈവേയിലെത്തിയിട്ടുണ്ട്, 4 വരി ഹൈവേ. അതിൻ്റെ മുകളിൽ കൂടി കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം, തീരെ വയ്യ, ചവിട്ടാൻ പോലും പറ്റുന്നില്ല, കാലും കൈയും ഒക്കെ ഒരു മാതിരി വേദന പോലെ. എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കണം, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. നമ്മളെവിടെ അങ്ങനെ എനിക്ക് വയ്യായിരുന്നു തീരെ. ലാസ്റ്റ് ഒരു പെട്രോൾ പമ്പിൽ ഞാൻ വാഷ്റൂമിന് പോയതായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു പുള്ളി നമ്മളോട് സംസാരിച്ചിട്ട് അവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടതൊക്കെ റെഡിയാക്കി തന്നു. അവിടെ ടെൻ്റ് അടിച്ചെന്നൊക്കെ പറഞ്ഞ് തിന്നാനുള്ള കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി വന്ന കേട്ടോ. 5 മണി ഇരിക്കുന്നുണ്ട്. ഇവരാട്ടെ ഇവിടെയുള്ള ആൾക്കാർ. ഈ പുള്ളി കേരളത്തിലൊക്കെ പോയിട്ടുണ്ട്, കോഴിക്കോടൊക്കെ പോയിട്ടുണ്ട്. ഹായ്, अब कब गया केरला में? 2019 में. वो बहुत साल हो गया था. कैसे है केरला, कैसे है? ഇത് പുള്ളി കോഴിക്കോട് ബീച്ചും അവിടെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ തന്നെയുള്ള വേറൊരാളാണ് നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നത്. ആ ചേട്ടന് അവിടത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണേ. ഇതാ ഈ ഒരു ചേട്ടൻ കേട്ടോ നമ്മൾ ഇതാക്കിയത്. ഭയ്യ आपका नाम बोलो. नहीं वो जरूरत नहीं है. बात क्या है? निहार बरुआ. ഇവിടെ തന്നെയുള്ള ആളാട്ടോ. किधर गया उधर ही? उधर में बेलारी में 7.5 साल रुका हूँ. बेंगलोर, मदुराई, सलाम, धर्मापुरी. कितना साल? शिमोगा, उडुपी. उधर साउथ में 7 years का 8 years का एक्सपीरियंस है. 8 വർഷം അവിടെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഭയ്യ. അപ്പോൾ ഈ പുള്ളിയെ നമ്മൾ വരുന്ന വഴിക്ക് സംസാരിച്ചത് 5 മിനിറ്റ് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഈ പുള്ളീനെ കിട്ടിയത്. ഓക്കെ, ഇവിടുന്ന് നമ്മളെ ടെൻ്റൊക്കെ അയപ്പിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു വള്ളി കേസ് പിടിച്ചു എന്നൊക്കെ പറയില്ലേ. വഴിയെ പോയ വള്ളി നമുക്ക് നേരെ വന്ന്. ശരിക്കും നമ്മൾ ഇവിടെ റെസ്റ്റ് എടുക്കാനൊന്നും വന്നതല്ല, ടെൻ്റ് അടിക്കാനൊന്നും വന്നതല്ലായിരുന്നു. എനിക്ക് വയ്യാന്ന് പറഞ്ഞേ. അപ്പോൾ പുള്ളി ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞ് ഒന്നും പേടിക്കണ്ട, ഇവിടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ എല്ലാം സെറ്റാക്കി തന്നായിരുന്നു. അത് കഴിഞ്ഞ് പേരൊക്കെ വായിച്ച് പേരൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പിന്നെ സീനാകാൻ തുടങ്ങി. എനിക്ക് വേറെ ഐഡി വേണം, അഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സീന്. എൻ്റെ ഇവിടുന്ന് ടെൻ്റ് അടിച്ച് ഞങ്ങളാ അപ്പുറത്തൊരു ദാബേൻ്റെ അകത്തായിട്ട് ഇപ്പം പിടിച്ചിട്ട് നിർത്തിയിരിക്കുന്നത്. ഭയങ്കര സീനാണ്. കുറേ ആൾക്കാർ വന്ന് കളകളാന്ന് പറഞ്ഞു. ഇന്നേ വരെ ഒരു സ്ഥലത്തു നിന്ന് ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഭയങ്കര ഒരു ബാഡ് അനുഭവം കേട്ടോ. സഹായിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്താൻ ഭയങ്കര സീനാട്ടോ. എനിക്ക് ഒന്നാമത് ഇന്ന് തീരെ വയ്യായിരുന്നു. ഞാൻ വീടിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ വയ്യാതിരിക്കുന്ന എന്നെ വിളിച്ചിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ടെൻറ്റ് പഠിപ്പിച്ച് അവിടുന്ന് ടെൻറ്റ് ഊരിച്ച് ഇവിടുന്ന് ടെൻറ്റ് ഊരിച്ചിട്ട് ഞങ്ങൾ അപ്പുറത്തുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച്. എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കാൻ. ഇനി ഈ സൈക്കിളും കൂടി അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുണ്ട്. വള്ളി കേസൊക്കെ കഴിഞ്ഞതാ നമുക്ക് ചോറൊക്കെ തന്നിട്ടുണ്ട്. ചോറും പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ. ടേസ്റ്റൊക്കെ ഉണ്ട് അല്ലേ? ടേസ്റ്റൊക്കെ ഉണ്ട്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ വള്ളിയായിരുന്നു. അവസാനമാണ് എല്ലാം റെഡി ആയത്. ഇപ്പം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ കേട്ടോ ഇന്നത്തെ സംഭവമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം ടെൻറ്റും ഇതൊക്കെ പാക്ക് ചെയ്ത് വേറെ സ്ഥലത്ത് വീട്ടിലാണ് ടെൻ്റ് അടിച്ചത്. എൻ്റെ അവിടെ എല്ലാം പാക്ക് ചെയ്ത് സൈക്കിളുണ്ടെന്ന് നോക്കിയാൽ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനവും ഫുള്ളായിട്ടുണ്ട്. ഈ ചേട്ടനാട്ടോ നമുക്ക് ഇപ്പോൾ ലാസ്റ്റൊക്കെ പിന്നെ സെറ്റാക്കി തന്ന എല്ലാ സാധനവും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാന്ന്. സൈക്കിളൊക്കെ സെറ്റായി. എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്? 0 കേട്ടോ. അരുണാചൽ എപ്പോൾ എത്തുന്നൊന്നും അറിയില്ല. അതുവരേക്ക് ആസാമിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈലപ്പിയാണ്. അടുത്ത നല്ല ഗ്രാമ കച്ചവടം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.